അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത്? അത് നിർവഹിക്കുന്നത് കൊണ്ട് എന്തു ഫലമാണ് നമുക്കുള്ളത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ഈമാനോടെയും പ്രതിഫല പ്രതീക്ഷയോടെയും റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത്, അവൻ്റെ സംഭവിച്ചു പോയ പാപങ്ങൾ അവന് വേണ്ടി പൊറുക്കപ്പെടുന്നതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ രേഖപ്പെടുത്തിയ ഹദീസ്. വെറുമൊരു നാട്ടാചാരം എന്ന നിലയ്ക്കാകരുത് നോമ്പെടുക്കുന്നത്. നോമ്പിൻ്റെ നിർബന്ധതയിൽ കണിശമായി വിശ്വസിച്ചും നോമ്പെടുക്കുന്നതിലൂടെ പടച്ചവനിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചും ആത്മാർത്ഥതയോടെയാകണം നമ്മുടെ വ്രതാനുഷ്ഠാനം. അങ്ങനെയാകുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടായ പാപങ്ങൾക്ക് കാരുണ്യവാനായ അള്ളാഹു മാപ്പ് നൽകും, ഹൃദയശുദ്ധി നൽകും. അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനാകുന്ന മാപ്പും കരുണയും സ്വർഗപ്രവേശനത്തിന് അനിവാര്യമാണെന്ന ബോധത്തോടെ നാം ഓരോരുത്തരും നോമ്പനുഷ്ഠിക്കുക. സർവശക്തൻ അതിനനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.